സ്വീകരിക്കാത്തതിൽ പ്രതിഷേധിച്ച് കർഷക കൂട്ടായ്മ കളക്ടറേറ്റിലേക്ക് നാളെ 11 മണിക്ക് മാർച്ച് നടത്തും. മൈനാടുംപാറയിൽ വീണ്ടും ആനയിറങ്ങി. ഇത്തവണ കാട്ടാനക്കൂട്ടം നശിപ്പിച്ചത് 300 ഏക്കറോളം വാഴകൃഷി. ശബ്ദം കുറച്ച് ശബ്ദം വിളിക്കുന്നു. ഹലോ എടാ, ഞങ്ങളെ നീ പറഞ്ഞ കട കഴിഞ്ഞിട്ടുണ്ട്. കലിങ്കോ? മാമന്റെ പേരെന്താ നിന്റെ? കുഞ്ഞപ്പനല്ലേ? ആ ഓക്കേടാ, ശരി എന്നാ ഞങ്ങൾ പിക്ക് ചെയ്യാം. കാർത്തി, മാമനാന്ന് തോന്നുന്നു. അവിടെ ഒരാൾ ഇരിപ്പുണ്ട്. കുഞ്ഞപ്പൻ ചേട്ടനല്ലേ? ഓ, ഷാരിമോന്റെ കൂട്ടുകാരൻ. അതെ അതെ, ഇപ്പൊ വിളിച്ചു വെച്ചതേ ഉള്ളൂ. എന്നാ ചേട്ടൻ കേറിക്കോ. നീ ബാക്കിലോട്ടിരുന്നടാ. ഇയാളിതെങ്ങോട്ടാ? സർക്കസുകാരാണ് കരുതി. അടിപൊളി സെറ്റപ്പാണല്ലോ. പരിചയപ്പെടലൊക്കെ വീട്ടിൽ ചെന്നിട്ടാവാം. ആയിക്കോട്ടെ. ചേട്ടന് വേണോ? വേണ്ടായിരുന്നു, ഞാൻ ഇതങ്ങനെ പതിവില്ല. പിന്നെ വേണ്ടെന്ന് പറഞ്ഞാൽ വേറൊരു വിഷമാവില്ലേ, അതുകൊണ്ടാ. അത് കറക്റ്റ്. കുഞ്ഞപ്പൻ ചേട്ടോ, എന്താ പോരെ? നമുക്കിനി ഇവിടുന്ന് ഒരുപാട് ദൂരം ഉണ്ടോ? ഓ ഇല്ലെന്നേ, 2 വളവ് കഴിഞ്ഞാൽ വീടെത്തി. അപ്പോഴേക്കും തീർന്നാ മതിയായിരുന്നു. റൈറ്റിലേക്ക് അല്ല, ഇടത്തേക്ക്. അതെന്നാ നിർത്തിക്ക. ഗേറ്റ് വിളിക്കണ്ട, ഞാൻ തുറന്നുതരാം. വേഗം തുറന്നല്ലോ. എടാ, ഇതാണോ ശരത്തിന്റെ വീട്? ഏയ്, ഇതവന്റെ തറവാടാടാ. ആരും താമസമൊന്നുമില്ല. അടിപൊളി വീടാട്ടാ. അവന്മാരിത് മിസ് ചെയ്തല്ലോടാ. അളിയാ ശരത്തെ. എവിടാടാ? എത്ര നാളായി കണ്ടിട്ട്. എടാ, ഞാനിപ്പോ ഇറങ്ങണില്ല കേട്ടോ. ഓരോന്ന് സെറ്റാക്കി വരണുള്ളൂ. കല്യാണത്തിന്റെ ഓരോ തലവേദനകളെ ഞാൻ മാത്രമേ ഉള്ളൂ. അത് കുഴപ്പമില്ല, എനിക്ക് അറിയുന്ന കാര്യമില്ലടാ. എടാ, ഇതെന്റെ ഫ്രണ്ട്സ് സിയാൻ, കാർത്തി, അവന്റെ അനിയൻ കിരൺ. ഹായ്. എടാ, ഇതാണ് നമ്മുടെ മച്ചാൻ പോളി ശരത്ത്. നീയല്ലേ 5-6 പേരുണ്ടാവും പറഞ്ഞത്? എടാ, അതെ, സമയത്ത് 2 പേർക്ക് ലീവ് കിട്ടില്ല. ഓക്കെ. ഇതാട്ടാ നീ പറഞ്ഞ സ്പെഷ്യൽ ഐറ്റം. പിടി കിട്ടിയ. അയ്യോ, ഒന്നുള്ളൂ. ബാക്കിയൊക്കെ ഇതിലുണ്ട്. ഫുഡൊക്കെ സെറ്റ്. ആടാ, പിന്നെ കാലത്ത് 10:30 കെട്ട്. ഇവിടെ അടുത്തുള്ള ക്ഷേത്രത്തില്. എന്തെങ്കിലും ഒരു ഗ്യാപ്പ് കിട്ടി ഞാൻ രാത്രി വരാം. ഓക്കേടാ, ശരിയായിരുന്നു. തിരക്കല്ല, നീ വിട്ടോ. അപ്പൊ കാണാം. ഓക്കെ, ബൈ. അയ്യോ, ഓംലെറ്റ് എവിടെ? റെഡിയാക്കണം മക്കളെ. അയ്യോ, വരുന്നുണ്ട്. ഞാനിത് വല്ലപ്പോഴൊക്കെ ഉള്ളു. ഭാര്യയ്ക്ക് ഇതിന്റെ മട പിടിക്കത്തില്ല. അപ്പൊ ചേട്ടന് 2 എണ്ണം അടിക്കണം തോന്നി എന്ത് ചെയ്യും? അങ്ങനെ തോന്നുമ്പോ ഒരു ഗ്ലാസ് തണുത്ത വെള്ളം എടുത്ത് അങ്ങ് കുടിക്കും, അത്ര തന്നെ. ചെലവാക്കുള്ള മടിയുണ്ടോ അതോ ഭാര്യ പേടിയുണ്ടോ? അങ്ങനെ ചോദിച്ചാ രണ്ടാമത് പറയുന്നതായിരിക്കും ശരി. അല്ല,
ഇയാളെന്താ വലിയ കൂടിയൊന്നും ഇല്ലേ? ആ ബോഡിക്ക് ഇഞ്ചുറീസ് ആയ ഒരു കാര്യവും അതവൻ ചെയ്യൂല. ഭാവി മിസ്റ്റർ കേരളയാ. മെഡലൊക്കെ കിട്ടിയിട്ടുണ്ട്. ഓ അതെയോ? നിന്റെ ഈ പ്രായത്തിൽ ഞാൻ ഒരുപാട് മെഡലൊക്കെ വാങ്ങിയിട്ടുള്ളതാ. കല്യാണം കഴിഞ്ഞൊക്കെ നിർത്തി. പിന്നെ ഭാര്യയായിട്ട് മാത്രമായി കുസ്തി. 2 ട്രോഫിയൊക്കെ കിട്ടിയിട്ടുണ്ട്. 16, 18. ആമ്പിള്ളേരാ. അല്ല ഇതെന്താ ഏർപ്പാട്? കോക്ടെയിൽ. തലവേദന ഉണ്ടാവില്ല. ഈ പെട്ടിക്കടയിലൊക്കെ തൂക്കിട്ടിരിക്കുന്ന കുപ്പി. അത് കൊക്കക്കോള, ഇത് കോക്ടെയിൽ. എനിക്ക് തോന്നി. അതാണ്. കുഞ്ഞപ്പേട്ട, ഇവിടെ നല്ല തണുപ്പാണല്ലോ. ഈ തണുപ്പ് മാറ്റാൻ പറ്റിയ വല്ല പുതപ്പം കാണും കിട്ടും? മോനെ ചോദ്യമൊക്കെ എനിക്ക് മനസ്സിലായി. താഴ്വാരത്തിലെ ചില പുതപ്പുകളൊക്കെ ഉണ്ട്. അതൊക്കെ മുഷിഞ്ഞല്ലേ ഏട്ടാ. ഫ്രഷ് വല്ലതും കിട്ടുമോ? എവിടുന്ന് കിട്ടാനാ? ഇവനേതാ മുതലെന്നറിയ ചേട്ടന്. ഇവന് കിട്ടാത്ത വല്ല പുതപ്പുണ്ടാവും. എടാ മറ്റേ ഡാനി നിനക്കറിയില്ലേ? അല്ലുൻ്റെ ചങ്കായിരുന്നില്ലേ അവൻ? എടാ സിയാനെ, വാട ഒന്ന് കറങ്ങിയിട്ട് വരാം. വാ. ഉന്നപ്പൻ ചേട്ടാ ആ കിടന്നു. ഞങ്ങളൊന്ന് കറങ്ങിയിട്ട് വരാട്ടോ. അതെ, അധികം ദൂരമൊന്നും പോകണ്ട കേട്ടോ. വന്യമൃഗങ്ങൾ അങ്ങനെ സ്ഥലാ. വാടാ. ഇവിടെ ഈ കാട്ടാന പുലി എന്നൊക്കെ പറഞ്ഞിട്ടേ ഒരു കാട്ടുപൂച്ച ഇല്ലാട്ടോ ചെയ്യാനേ. അയാൾ വെറും തള്ളോ അവനാടാ. എനിക്കും തോന്നി. എടാ കാർത്തി, കരടിയാടാ അത്. ഇങ്ങോട്ട് വന്നാടാ എൻ്റെ ഒരു കരടി. എടാ സത്യമായിട്ട് കരടിയുടെ ശബ്ദം എനിക്ക് അറിയാം. പിന്നെ കാട്ടിലാണല്ലോ ജനിച്ചു. കാടും പറമ്പൊക്കെ ആണല്ലോ. ഇവിടെ ആളാനൊക്കെ ഒക്കെ ഉണ്ട് കേട്ടോ. അത് ശരിയാ, ഒന്ന് കയറി നോക്കാം. വാട. ആരാത്? ശരത്തിന്റെ കല്യാണത്തിന് വന്ന കുട്ടികളാണോ? അതെ അങ്ങളെ. ആഹാ, വാ. ശരത്ത് പറഞ്ഞിരുന്നു. വാ, കേറി വാ മക്കളെ. നീലേ, നീ വന്നേ. അതെ, നമുക്ക് കുറച്ച് വിരുന്നുകാരുണ്ട്. വാ വാ, കേറി വാ, കേറി വാ. ഇങ്ങോട്ട് വാ മക്കളെ, ഇരിക്കേ ഇരിക്കേ ഇരിക്കേ. എനിക്കങ്ങോട്ട് മനസ്സിലായില്ല കേട്ടോ. ഓ, മനസ്സിലാവാൻ നീ ഇതിനു മുമ്പ് ഇവരെ കണ്ടിട്ടില്ലല്ലോ. ഇത് ശരത്തിന്റെ കൂട്ടുകാരാ. ആ അതെയോ, ശരത്ത് പറഞ്ഞിരുന്നു കേട്ടോ. മക്കളിരിക്കും, ഞാൻ ചായ എടുക്കാം. അയ്യോ, ചായ ഒന്നും വേണ്ട ആന്റി. ആരാച്ചമ്മ അത്? മോളെ നീങ്ങ വന്നേ. എന്റെ മോന്റെ കുട്ടിയാ പവിത്ര. നമ്മുടെ ശരത്തിന്റെ കൂട്ടുകാരാ. ഹായ്. ഹായ്. 5-6 പേരുണ്ടാവുന്നാണല്ലോ ശരത്തേട്ടൻ പറഞ്ഞേ. 2 പേർക്ക് കറക്റ്റായിട്ട് ലീവ് കിട്ടിയില്ല. ഇതൊന്ന് പിടിച്ച മോളെ.
അങ്കിളിന്റെ പേരെന്തായിരുന്നു നിങ്ങളെ? രഘുരാമൻ. ഞാനും വകയില് ശരത്തിന്റെ ഒരു ബന്ധുവാ. പക്ഷെ ഞാനും അവന്റെ അച്ഛനായിട്ട് ചെറിയൊരു ഉടക്കുണ്ട്. എന്നാ കാര്യമായിട്ടൊന്നുമില്ല. ഇത് കഴിക്കും മക്കളെ, ഇച്ചിരി കപ്പ കഴിച്ചതാ. നല്ല ഒന്നാം തരം കപ്പക്കിഴങ്ങ ഇവിടെ ഉണ്ടാക്കിയതാ. അതിങ്ങത്താ, മോള് പോയി കുളിച്ചോ. അല്ല നിങ്ങൾ ഇവിടെ ഈ ആനയൊക്കെ ഇറങ്ങൂ? ആനയെ തപ്പി ഇറങ്ങിയതാണോ? അല്ല അങ്ങനെയല്ല, കുഞ്ഞമ്മച്ചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നേ ഇവിടെ രാത്രി ആനയും മൃഗങ്ങളൊക്കെ ഇറങ്ങും. എന്നിട്ട് കുഞ്ഞപ്പനിത് എവിടെ? അയാളവിടെ അടിച്ച് കിടപ്പുണ്ട്. ഇവിടുന്ന് 1-2 കിലോമീറ്റർ ഇത് കൂടെ അങ്ങോട്ട് മേലേക്ക് പോയാലേ മൊത്തം കാടാ. അവിടേക്ക് ആന ഇറങ്ങാറുണ്ട്. ഇവിടേക്കൊന്നും വരാറില്ല. നിങ്ങൾ പുറത്തിറങ്ങാതിരിക്കാനാവും ആന ഇറങ്ങുന്നൊക്കെ കുഞ്ഞപ്പൻ പറഞ്ഞത്. പുറത്തിറങ്ങിയാൽ എന്താ പ്രശ്നം? കട്ടിയണ്ടാ പോയി സംസാരിച്ചു. ഹലോ, കെട്ടാൻ പോണ കുട്ടിയെ വിളിച്ച് നിശ്ചയൊക്കെ കഴിഞ്ഞോ? കഴിഞ്ഞ സൂപ്പർ സലാഡി. കല്യാണം എന്ന് കഴിയട്ടെ, ഹണിമൂണ് നമുക്ക് ഇങ്ങോട്ട് തന്നെ ആക്കാം. ചാർജും പോയിച്ചേ. അങ്കിൾ ഇവിടെ ചാർജർ ഉണ്ടോ? മോളെ, ആ ചാർജർ ഒന്ന് എടുത്തേ. അവള് കുളിക്കാൻ കയറിയിട്ടുണ്ടാവും. അകത്ത് മേശപ്പുറത്തുണ്ട്, മോമ്പോ എടുത്തോ. അല്ല അങ്കിളെ, രാത്രി പുറത്തിറങ്ങണ്ടെന്നേ കുഞ്ഞമ്മൻ ചേട്ടൻ എന്താ പറയാൻ കാരണം? അത് മോൻ ഇവിടെ അടുത്തൊരു വീട്ടിലെ ഒരു കൂട്ടമരണം നടന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോഴൊന്നല്ലാട്ടോ, 3-4 മാസം മുന്നാണ്. ആ വീട്ടിൽ നിന്ന് ചില ശബ്ദങ്ങളൊക്കെ കേൾക്കുന്നുണ്ടെന്ന് ചിലരൊക്കെ വെറുതെ പറഞ്ഞു നടക്കുന്നുണ്ട്. വെറുതെ ഒന്നല്ല, തേയില നുള്ളാമെന്ന പെണ്ണുങ്ങളാ പറഞ്ഞേ. ആ വീട്ടില് രാത്രി സ്ത്രീകളുടെ അലർച്ചയും ഒരു കൊച്ചിന്റെ കരച്ചിലൊക്കെ കേൾക്കാറുണ്ടെന്ന്. ആൾക്കാർക്ക് എന്താ പറഞ്ഞുകൂടാത്തത്? കെട്ടാൻ പോണ കുട്ടിയുടെ ഫോട്ടോ ഉണ്ടോ ഫോണില്? എൻഗേജ്മെന്റിന്റെ ഫോട്ടോ. ഓ, കൊള്ളാം കൊള്ളാം. എന്താ മോനെ? ഞാൻ വീട്ടില് ശരിക്കും ആരൊക്കെയാണ് മരിച്ചത്? വയലിനൊക്കെ ഉണ്ടല്ലോ. ഇപ്പൊ ചാർജറിനെ അവിടെ നിന്ന് കണ്ടുപിടിക്കും. എന്താ? അല്ല, ഫോൺ ഓഫായി. ചാർജർ ഇവിടെ ഉണ്ടെന്ന് ആൻറ്റി പറഞ്ഞു. നീ ഇങ്ങനെ നിക്ക്, ഞാൻ എടുത്തുതരാം. ചെറിയ പിന്നാണോ? ഹലോ, പിന്നെ ചെറുതാണോന്ന്? അല്ല, വലുതാ. എടോ, തന്നെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട്. പക്ഷെ എവിടെ വെച്ചാന്നൊരു പിടിയും കിട്ടുന്നില്ല. ഒരാളെ പോലെ 9 പേരുണ്ടാവുന്നല്ലേ? അങ്ങനെ വല്ലവരെയും കണ്ടിട്ടുണ്ടാവും. അല്ല, ഇയാളുടെ കല്യാണമൊന്നും ആയില്ലേ? ഹേയ്, എനിക്കതിനുള്ള പ്രായമൊന്നും ആയിട്ടില്ല. പക്ഷെ കയ്യിലിരിപ്പിന് പ്രായം കൂടുതലാണല്ലോ. ചുമ്മാ, മനസ്സിലിഷ്ടപ്പെട്ടൊരു കുട്ടി ഇതുവരെ കണ്ടു കിട്ടിയിട്ടില്ല. ഇതുവരെ കിട്ടിയില്ലേ? ഇതുവരെ കിട്ടിയില്ല, പക്ഷെ ഇപ്പൊ കിട്ടിയോ എന്നൊരു തോന്നല്. സമയം കുറേ, നമുക്ക് പോണം. അതാ വരുന്നു. അപ്പൊ ചേട്ടാ ഇറങ്ങട്ടെ, വരാം. ആയിക്കോട്ടെ ആയിക്കോട്ടെ, ശരി. ഒരു സെൽഫി. സെൽഫി സെൽഫി സെൽഫിയാ? ആടാ കാർത്തി, ഒരു സെൽഫി എടുക്കാം. വാ. ചേട്ടൻ വന്നാ ഫോണ്. ചേട്ടൻ കയറി. ചേട്ടൻ ഇങ്ങോട്ട് കയറി, ഇങ്ങോട്ട് നോക്കൂ. ശരി.
ദേ കൈ ഇങ്ങനെ ഏത് നിന്റെ ഭാഗ്യം. ഇവിടെ എല്ലാവരും നല്ല ഉറക്കത്തിലാ ഷാലു പോരെ. അല്ലു പോലോ? കൊടുക്കാം. മോനെ 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 അയ്യോ മോനെ അല്ലേ ഷാരുമോൻ വിളിക്കുന്നു. ഷാരുമോൻ. ശരത്തെ ഗുഡ് മോർണിംഗ്. എടാ പിന്നെ ഇവിടെ നമുക്കൊരു 9:30 ഇറങ്ങണം. നിങ്ങൾ കുളിച്ച് ഫ്രഷ് ആയിട്ട് ഓടിക്കിട്ട് പോ. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഇവിടെ റെഡിയാണ്. ഗുഡ് മോർണിംഗ്. പിന്നെ ഞാൻ നിന്റെ ഫോണിൽ കുറെ നേരം വിളിക്കണു. എന്താ സൈലന്റ് ആക്കി വെച്ചേക്കാ? സൈലന്റാടാ, ഞങ്ങൾ അങ്ങ് എത്തിക്കോളാം. നീ വെച്ചോ കുഞ്ഞപ്പേട്ടാ. കെട്ടൊക്കെ വിട്ടോ? തനിപ്പൊന്നും വിട്ടിട്ടില്ല, പക്ഷെ തലവേദനയൊന്നും ഇല്ല കേട്ടോ. അതാണ് കോക്ടെയിൽ. എനിക്ക് തോന്നി. ഹലോ ജിമ്മിന്റെ മോനെ. അല്ല ഏട്ടാ ഏട്ടോ കൊല്ലത്ത് പോണ്ടേ? നീ ഇതെങ്ങോട്ടാ? എൻ്റെ ഫോണിൽ നിന്നുള്ള ചാർജ് ചെയ്യാൻ വെച്ചിട്ട് എടുക്കാൻ മറന്നു. ഓ തെക്കവളെ കാണാനുള്ള പരിപാടിയാണല്ലേ. വിട്ടോ നടക്കട്ടെ, അവളുടെ കാര്യം തീരുമാനം. എടാ നിങ്ങൾ റെഡി ആയിക്കോ, ഞാൻ പെട്ടെന്ന് വരാം. ഇവര് ഞങ്ങൾ അങ്ങോട്ട് പോണ്. അല്ല അല്ലുമോനത് അങ്ങോട്ടായി പോയത്? അവന് ഫോൺ എടുക്കാൻ പോയതാ. ഇന്നലെ നിങ്ങളുടെ ബന്ധു വീട്ട് പോയപ്പോഴേ ഫോൺ അവിടെ വെച്ച് മറന്നു. ബന്ധു വീടാ? ഏത് വീട്? കുറച്ചപ്പുറത്തുള്ള 2 നില വീടില്ലേ, നിങ്ങളുടെ ബന്ധുക്കളാന്നാണല്ലോ അവർ പറഞ്ഞു. ശരത്തിൻ്റെ അച്ഛനായിട്ട് തെറ്റില്ല എന്നും പറഞ്ഞു. എന്തൊക്കെയാ പറയണ്? രാവിലെ തന്നെ മറ്റവരടിച്ച് കയറ്റിയിരിക്കല്ലേ? ചേട്ടനെന്താ അങ്ങനെയൊക്കെ പറയണത്? ഇത് മറ്റവനൊന്നല്ല. ചേട്ടാ ചേട്ടൻ എന്താ അവിടുന്ന് പറഞ്ഞു? അല്ല ശരത്തിന്റെ അച്ഛൻ മരിച്ചിട്ടേ 10-24 കൊല്ലായി. അവന് 2 വയസ്സുള്ളപ്പോഴും മറ്റേ പോയതാ. അപ്പൊ ഞങ്ങൾ ഇന്നലെ കണ്ടതോ നിങ്ങളുടെ ബന്ധുക്കളല്ലേ? നിങ്ങൾ ഇന്നലെ ആരെ കണ്ടതെന്ന് എനിക്കറിയില്ലല്ലോ. അല്ലുമോൻ പോയ വഴിക്കാണെങ്കിലേ ആകെ ഒരു വീടേ ഉള്ളൂ, അതിനപ്പുറം കാടാ. ആ വീട്ടിലാണെങ്കിൽ ഇപ്പോൾ ഒരു താമസമില്ല. ആ വീട്ടിലാണേ 4-5 മാസം മുന്നേ ഭ്രാന്ത് മൂത്ത ഭാര്യയും കൊച്ചുമോളെയും കോടാലി കൊണ്ടങ്ങ് വെട്ടിക്കൊന്നേച്ച് ആ കാരണവരങ്ങ് കെട്ടി തൂങ്ങി ചത്തു. ഓ കാരണവരുടെ പേരെന്താ? എന്നതാ? ആ കാരണവരുടെ പേരെന്താന്ന്? രഘുരാമൻ. അങ്ങനെ പേരെന്തായിരുന്നു നിങ്ങളെ? രഘുരാമൻ. എൻ്റെ വീട്ടിൽ ആരൊക്കെയാണ് മരിച്ചത്? മരണം എന്നൊന്നും പറഞ്ഞൂടാ, ഒരു കണക്കിന് കൊലപാതക. അവര് പിടുത്തുകാരൊന്നായിരുന്നില്ല, വടക്കെങ്ങാണ്ടോ ഉള്ളവരാ. ഭാര്യയും ഭർത്താവും ഒരു മോളും. ആ പെൺകുട്ടി ടൗണിലേതോ ഒരു കോളേജിലെ പഠിച്ചിരുന്നത്. അവിടെ ഉള്ളൊരു പയ്യനായി ഇഷ്ടത്തിലായി. ഇതൊന്നും ഇവരറിഞ്ഞിരുന്നില്ല. ഒരു ദിവസം സ്പെഷ്യൽ ക്ലാസ് ഉണ്ടെന്ന് കള്ളം പറഞ്ഞ് ആ കുട്ടി അവന്റെ കൂടെ പോയി. അവനത്ര നല്ലവനൊന്നായിരുന്നില്ല. അവൻ ഇവളെ ഏതോ ഒരു ലോഡ്ജിൽ കൊണ്ടുപോയി. അവിടെ അവന്റെ കൂട്ടുകാരനുണ്ടായിരുന്നു. അവിടെ വെച്ച് അപ്പയും കൊച്ചിന് 2 പേര്. പിന്നെ വീട്ടിലെത്തിയ പെൺകൊച്ച് ആരോടൊന്നും മിണ്ടാതെ വല്ലാത്തൊരവസ്ഥയിലായി. 2-3 മാസം കഴിഞ്ഞപ്പോൾ വീട്ടുകാരും കാര്യം അറിഞ്ഞു, ആ കുട്ടി ഗർഭിണിയാണെന്ന്. പിന്നെ കുറച്ച് ദിവസത്തിന് അവരാരും പുറത്ത് കണ്ടതേയില്ല. ഒരു ദിവസം രാത്രി 2 ആളെയും കോടാലി കൊണ്ട് വെട്ടിക്കൊന്ന്
കിണറ്റിലെ കയറിൽ അയാളെന്ന് തോന്നി. എടാ നമ്മുടെ ഡാനിനെ നിനക്കറിയില്ലേ? അല്ലുവിൻ്റെ ചങ്കായിരുന്നില്ല അവൻ. ഇവർ കളിച്ച കളിയൊന്നും എൻ്റെ അറിവിൽ വേറെ ആരും കളിച്ചിട്ടില്ല. ഡാനി ഒരു പെണ്ണിനെ നോട്ടട്ട അവനതിനെ വളച്ചിരിക്കും. അതിനവനൊരു പ്രത്യേക കഴിവാ. അല്ല, അവൻ കാണാനും ചുള്ളനാണ് കേട്ടോ. ഒന്നും ഒറ്റയ്ക്ക് തിന്നില്ല. ഒരു പങ്ക് അല്ലുവിനുള്ളതാ. അല്ല, ഈ പുള്ളിക്കാരി ഇപ്പൊ എവിടെയുണ്ട്? അവനിപ്പോൾ ഇല്ല. ആക്സിഡൻ്റ് ആയിരുന്നു 3 മാസം മുമ്പ്. എടാ കാർത്തി, കുളിക്കാൻ നോക്ക്. എടാ കാർത്തി, ഒരു സെൽഫി എടുക്കാം വാ. എടുക്കടാ. അങ്കിളെ ആരുമില്ലേ? അങ്കിളെ, അങ്കിളെ, ആൻറ്റി, ഇവരൊക്കെ ഇവിടെ പോയി. അങ്കിളെ, എടാ അല്ലു, നീ ആ വീട്ടിൽ കയറലടാ. എടാ നമ്മൾ ഇന്നലെ കണ്ടൊന്നും മനുഷ്യരല്ലടാ, അവര് മൊത്തം പ്രേതങ്ങളാ. നമ്മൾ ഇന്നലെ എടുത്ത സെൽഫിയൊക്കെ ഞാൻ വാട്സപ്പിൽ അയച്ചിട്ടുണ്ട്, നീ ഒന്ന് നോക്ക്.
ഞാൻ പവിത്ര. സുഹൃത്തിന്റെ കല്യാണത്തിൽ പങ്കെടുക്കാൻ വന്ന യുവാവിന് വാഹനം കൊക്കയിലേക്ക് മറിഞ്ഞ് ദാരുണാന്ത്യം. 26 വയസ്സുള്ള അലൻ ജോസഫാണ് മരിച്ചത്. ഡ്രൈവ് ചെയ്യുമ്പോൾ ഫോൺ ഉപയോഗിച്ചതും ശക്തമായ കോടമഞ്ഞും കാരണമാണ് അപകടമുണ്ടായതെന്നാണ് പ്രാഥമിക നിഗമനം. ಕಾದಿಂದತ್ತಾಗಿಡದಿತ್ತೈದಿಂದ ಕರುದಿಗು ಜಗಿನಗಿ ಗಣಜಗ ಕಾದಿಂದತ್ತಾಗಿಡದಿತ್ತೈದಿಂದ ಕರುದಿಗು ಜಗಿನಗಿ ಗಣಜಗ ಏನೋ ಒಂದಗದಾರೋ ದಾನಂದಾರತ್ತಾರೋ ಏನೋ ಒಂದಗದಾರೋ ದಾನಂದಾರತ್ತಾರೋ ಏನೋ ಒಂದಗದಾರೋ ದಾನಂದಾರತ್ತಾರೋ ಏನೋ ಒಂದಗದಾರೋ ದಾನಂದಾರತ್ತಾರೋ ഉയരുന്നോ കേറുന്നോ മലമുകളിലൊരാശ ഉരുകുന്നോ മാനം തൊട്ടൊരു മൂളിപ്പാറ്റിൽ പറക്കുന്നോ കുളിരേകും കാടേ കിളിയേ കൂടെ പാടാൻ പോരുന്നോ കുളിരേകും കാടേ കിളിയേ കൂടെ പാർക്കാൻ പോരുന്നോ പുലരുമ്പോളലിയും മഞ്ഞിന് കൂട്ടായി മൂളും കാറ്റുണ്ടേ പുലരുമ്പോളലിയും മഞ്ഞിന് കൂട്ടിന് കുഞ്ഞിക്കിളിയുണ്ടേ ചേലാണ്ടൊരു നാടുണ്ടിതു നാമുള്ളൊരു നാട് കാടുള്ളൊരു കടലുള്ളൊരു കലയുള്ളൊരു നാട് ചേലാണ്ടൊരു നാടുണ്ടിതു നാമുള്ളൊരു നാട് കാടുള്ളൊരു കടലുള്ളൊരു കഥയുള്ളൊരു നാട് ಕಾದಿಂದತ್ತಾಗಿಡದಿತ್ತೈದಿಂದ ಕರುದಿಗು ಜಗಿನಗಿ ಗಣಜಗ ಕಾದಿಂದತ್ತಾಗಿಡದಿತ್ತೈದಿಂದ ಕರುದಿಗು ಜಗಿನಗಿ ಗಣಜಗ
നമസ്കാരം. സത്യമോ മിഥ്യയോ എന്ന പരമ്പരയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഒടിയനും ഒടിവിദ്യയും, അതാണ് ഇന്നത്തെ നമ്മുടെ വിഷയം. എന്താണ് ഒടിവിദ്യ? ശത്രുവിനെ വേഷപ്രച്ഛന്ന അയ്യോ മുത്തശ്ശിക്ക് ഒടിയന്മാരെ കുറിച്ചറിയോ? സാമൂതിരി രാജാവും വള്ളുവനാട് അധികാരികൾ വള്ളുവക്കോനാതിരിമാരും തമ്മിൽ ഭാരതപ്പുഴയുടെ തീരത്ത് അധികാരത്തിനു വേണ്ടി ആയോധന യുദ്ധത്തിൽ ഏർപ്പെട്ടിരുന്ന സമയം. യുദ്ധം വിജയിച്ച സാമൂതിരി വള്ളുവക്കോനാതിരിമാരുടെ കയ്യിൽ നിന്നും ദേശം പിടിച്ചെടുത്തു. തനിക്ക് തൽപരരായ പലർക്കും സാമൂതിരി വള്ളുവനാട്ടിലെ വിവിധ പ്രദേശങ്ങളുടെ രക്ഷാധികാരം വീതിച്ചു കൊടുത്തു. നേതിരിമംഗലം ദേശത്തെ സ്ഥാനം വരമംഗലത്തെ മധുസൂദനൻ നായർക്ക് കൽപ്പിച്ചു നൽകി. പൊതുവെ വള്ളുവക്കോനാതിരി തമ്പ്രാക്കളോട് കൂറുപുലർത്തിയിരുന്ന നേതിരിമംഗലം ദേശത്തെ അടിയാളന്മാരോട് മധുസൂദനന് കടുത്ത വെറുപ്പായിരുന്നു. കപ്പം ഇരട്ടിയാക്കുകയും യഥേഷ്ടം അവരുടെ സ്ത്രീജനങ്ങളെ ഉപയോഗിക്കുകയും ചെയ്തിരുന്നു. ആ ഇടയ്ക്കാണ് നിന്റെ കുളപ്പരിയെ കയറി വരാൻ മാത്രം ധൈര്യമോ നിനക്ക്? വാസു, രാമ, ഓടി വാടാ. പോടാ. മരിച്ചെന്നു കരുതി അവർ ചാത്തനെ കുരുതിമലക്കാവിന്റെ ചെരുവിലുപേക്ഷിച്ചു. തീരാത്ത പകയുണ്ടായിരുന്ന ചാത്തൻ പക്ഷേ മരണത്തിന് കീഴടങ്ങിയില്ല. തമ്പുരാനെ കൊല്ലാൻ തനിക്കാവില്ലെന്ന് തിരിച്ചറിഞ്ഞ ചാത്തൻ കുരുതിമലക്കാവിൽ അഭയം പ്രാപിച്ചു. തന്റെ കയ്യിലെ ഞരമ്പു മുറിച്ച് അവൻ കരിങ്കാളിമുത്തിക്ക് കുരുതിക്കളമൊരുക്കി. അവന്റെ ഭക്തിയിൽ സന്തുഷ്ടയായ ദേവി അവന് മുൻപിൽ പ്രത്യക്ഷപ്പെട്ടു. വരമംഗലത്ത് മധുസൂദനനും അവന്റെ തലമുറയും വേരോടെ അറ്റുപോകണമെന്ന് ചാത്തൻ ആവശ്യപ്പെട്ടു. അതിനെ തനിക്ക് സാധിക്കയില്ല എന്നറിയിച്ച ദേവി പകരം ഒരു മരുന്നിനെ കുറിച്ച് പറഞ്ഞുകൊടുത്തു. കാടും മലകളും കയറി ചാത്തൻ മരുന്നുകൾ സംഘടിപ്പിച്ചു. ഗർഭഭ്രൂണത്തിന്റെ ദ്രാവകവും 101 പച്ചില മരുന്നുകളും ചേർത്ത അപൂർവമായ ഒരു ദിവ്യ ഔഷധം ചെവിയിലും കൈകാൽ മുട്ടുകളിലും തേച്ചു പിടിപ്പിച്ചാൽ ഏകാഗ്രതയോടെ ആഗ്രഹിക്കുന്ന ഏത് രൂപവും സ്വീകരിക്കാൻ കഴിയും. പക്ഷേ ആ രൂപത്തിന് പൂർണ്ണതയുണ്ടാവുകയില്ല. മരുന്ന് തയ്യാറാക്കിയതിനു ശേഷം ആഭിചാര പ്രക്രിയയിലെ പ്രത്യേക മന്ത്രോച്ചാരണങ്ങളോടുകൂടി ചാത്തൻ മധുസൂദനനെ വകവരുത്തുവാനായി ഇറങ്ങിത്തിരിച്ചു.
ദൗത്യം വിജയിച്ചു മടങ്ങിയ ചാത്തൻ ശക്തമായ മഴയിൽ അവന്റെ കൺകെട്ട് വിദ്യ കൈമോശം വന്നു. ചാത്തനെ തടഞ്ഞുവെച്ച നാട്ടുകാർ ചെമ്പ്ര എഴുത്തച്ഛന്മാരുടെ മുന്നിലെത്തിച്ചു. ഇനി ഒരിക്കലും കൺകെട്ടൊടി വിദ്യകൾ ചെയ്യില്ല എന്ന് ഉത്രത്തിൽ കാവിൽ അമ്മയുടെ പേരിൽ സത്യം ചെയ്യിച്ചു. എന്നാൽ മധുസൂദനനോട് മാത്രമല്ല, അയാളുടെ തായ് വഴിയോടും പകയുണ്ടായിരുന്ന ചാത്തൻ ഒരിക്കൽ കൂടി വേഷം മാറാൻ തുനിഞ്ഞു. പക്ഷേ തൻ്റെ ദേവി കുരുതിമലക്കാവിൽ കരിങ്കാളിയുടെ മുൻപിൽ തന്നെ അവൻ കുഴഞ്ഞു വീണു. വിവരങ്ങളറിഞ്ഞ വരമംഗലത്തെ തമ്പ്രാക്കൾ അങ്ങോട്ടേക്ക് കുതിച്ചു. ചാത്തൻ മകൻ ഇണ്ണിയെ വിളിച്ച് ഒടിരഹസ്യം ഉപദേശിച്ചു കൊടുത്തു. കൂടാതെ വരമംഗലത്തു തായ്വഴിയുടെ സർവനാശവും ചാത്തൻ ആവശ്യപ്പെട്ടു. അച്ഛനെ കൊന്ന ചാത്തനെ മധുസൂദനന്റെ മക്കളായ ചന്ദ്രശേഖരനും സുഭദ്രയും അവരുടെ കയ്യാളുകളോടുകൂടി മർദ്ദിക്കുകയും ജീവനോടെ പാലമരച്ചുവട്ടിൽ കുഴിച്ചിടുകയും ചെയ്തു. ഒരു തുള്ളി കണ്ണുനീർ പോലും വരാതെ എണ്ണി നോക്കി നിന്നു. അതിനുശേഷം ആ പാലമരച്ചുവട്ടിൽ നിന്നും രാത്രികാലങ്ങളിൽ ചില നിലവിളികൾ കേട്ടുകൊണ്ടിരുന്നു. നാട്ടുകാർ ആ സ്ഥലത്തിനൊരു ഓമനപ്പേരു നൽകി, നിലവിളിക്കുന്ന്. എന്താ എല്ലാരും നീ ഒന്നും അറിഞ്ഞില്ല രാമ? കയ്യാലയിലെ ദാസന്റെ മകളെ ശവം പൊന്തിയർക്ക. നമ്മുടെ ദാസന്റെ മോളോ? ചതിച്ചലാ ദൈവേ. പോക്കൊരു യോഗ. രാമ അധിക നേരം അങ്ങനെ കിടത്തണ്ട. എന്താ വേണ്ടിച്ചാൽ ചെയ്തു കൊടുക്കാം കേട്ടോ. ഇതവളുടെ കയ്യിലുണ്ടായിരുന്ന എണ്ണയാ. വരമംഗലത്തെ
തമ്പ്രാക്കന്മാരുടെ മുദ്ര. എന്റെ മോളെ പിച്ചി ഏത് തമ്പ്രാനായാലും ഇതുപോലെ കത്തണേ, അത് അടക്കാൻ കഴിയൂട്ടേ. ഏതോനോ ചെയ്തു. നമ്മളെ കുട്ടി അല്ലാണ്ടാക്കിയതാ കൊച്ചപ്രാനാടാ. പാർത്തനോ? വനമംഗലത്ത് സുഭദ്ര തമ്പ്രാട്ടിയുടെ അടയാളത്തി ജീര എന്നോട് കൊച്ചമ്പ്രാനെ നാട് കടത്താനാ തമ്പ്ര വിചാരിക്കണേ. അങ്ങ് മദ്രാസിലേക്ക് നാളെ പുലർച്ചെ കൊച്ചമ്പ്രാൻ പോവും. ഇന്ന് രാത്രി തന്നെ. നെലോളിക്കുന്നിൽ എൻ്റെ അച്ഛൻ ഉറങ്ങുന്ന മണ്ണിന്റെ തറയിൽ ഞാൻ വിളക്ക് വെച്ചിട്ടുണ്ട്. വരമംഗലത്തെ കാർണോര് എൻ്റെ അച്ഛനോട് ചെയ്ത ക്രൂരത ഒരിക്കലും മറക്കല്ലെണ്ണി. എങ്ങനെ മറക്കും ചേട്ടാ? പ്രാണം പോണതിന് മുമ്പ് മണ്ണിട്ട് മൂടിയ എൻ്റെ അച്ഛൻ്റെ പെടച്ചില് ഇപ്പോഴും നെഞ്ചിനകത്തുണ്ട്. അതിങ്ങനെ തീ പോലെ ചങ്ങിനൊക്കെ തുരുക്കിക്കൊണ്ടിരിക്കുക. മദ്രാശിക്ക് പോണതിൻ്റെ മുമ്പേ കൊച്ചമ്പ്ര ഓടി സേവയ്ക്കിറങ്ങും. നമ്മുടെ ഇല്ലിക്കലെ രമണിയുടെ വീട്ടില്. അച്ഛന് കൊടുത്ത വാക്ക് പാലിക്കണം എണ്ണിയേ. കതിരണിഞ്ഞ നെല്ലും വയസ്സറിയിച്ച പെണ്ണും കോലോത്തെ തമ്പ്രമാർക്കുള്ളതല്ല. നിങ്ങൾ പൊക്കോളി. നാളെ ഈ നീതിരമംഗലം ദേശത്ത് അനക്കമറ്റ കൊച്ചമ്പ്രാന്റെ പിണ്ടത്തിന് വായിക്കിരിടാൻ പോന്നോളി. പൊക്കോ. സന്ധ്യാസമയത്ത് ഈ ഗർഭിണികളൊന്നും പുറത്തിറങ്ങാൻ പാടില്ല മോളെ. നല്ല കരിവാവ് ദാഹമുണ്ട് ചങ്കിലുണ്ടോ കണ്ണീരവയറും നല്ല കോറും തൊട്ടി വേര് പടർപ്പു പോലുണ്ടോ പൊക്കോടി തലപ്പും. ചതിച്ചല്ലോ ദേവി. അല്ലമ്പ്ര, ഈ മദ്രാശിയിലും കാണില്ലേ രമണിയെ പോലത്തെ പെണ്ണുങ്ങള്? ഉണ്ടാവും രാമു. പക്ഷെ ഇവിടുത്തെ അത്ര ചന്തമൊന്നും ഉണ്ടാവില്ല. പോരാത്തതിന് ഒരു തരം വൃത്തിയേട്ട മണായിട്ടോൾക്കേ. അപ്പൊ തമ്പ്ര മദ്രാശിയിലൊക്കെ പോയിട്ടുണ്ടല്ലേ? നാളെ പുലർച്ചെ പോണ്ടല്ലേ തമ്പ്ര? ഈ രാത്രിയിൽ ഇത് വേണമായിരുന്ന? അവളൊരാഗ്രഹം രാമു. ആഗ്രഹം തീർക്കാതെ മദ്രാശി പോയിട്ട് അത് ശരിയാവില്ല. രാമു, ആരാ?
സർവാത്മ പിണ്ട സമർപ്പയാമി. ഓം തസ്സൽ. ആത്മാവിനെ മനസ്സിൽ വിചാരിച്ച് 3 വട്ടം ജലം കൊടുക്കുക. വരമംഗലത്തെ കൊച്ചുതമ്പുരാനെ കുരുതി കൊടുത്തപ്പോ സമാധാനായില്ലേ വല്യേട്ടന്? ഇത് ചെയ്തത് ആരാണെന്നും എന്തിനാണെന്നും എനിക്ക് നല്ലതുപോലെ അറിയാം. ഇവിടെ ചാത്തന്റെ മോൻ ഇണ്ണിയാണ് പാർത്തനെ. ഏട്ടനൊരു വാക്ക് പറഞ്ഞാ മതി. അല്ലെങ്കിലും താഴ്ന്ന ജാതിയിൽപ്പെട്ട ശവങ്ങളോട് വലിയ സ്നേഹമായിരുന്നല്ലോ വരമംഗലത്തെ കാർന്നോർക്ക്. എന്നിട്ടിപ്പ എന്തായി? സ്വന്തം മകന്റെ ചോര ഊറ്റി കുടിച്ചില്ലേ അവറ്റകള്? ഭദ്രേ, ഇന്നോ ഇന്നലെ തുടങ്ങിയതല്ല നിന്റെ ഈ കുശുമ്പ്. എനിക്ക് എന്ന് രക്ഷാധികാരം കിട്ടിയോ അന്ന് മുതൽ പേയായും പിശാചായും നീ എന്റെ പിന്നാലെ ഉണ്ട്. നേതിരിമംഗലം ദേശത്തിന്റെ രക്ഷാധികാരിയാണ് ഞാൻ. അറിഞ്ഞുകൊണ്ടൊരു തെറ്റും ഞാൻ അവർക്ക് ചെയ്തിട്ടില്ല. തിരിച്ചവരെനിക്കും. ഈ ദേശം മുഴുവൻ നിന്റെ കാൽച്ചുവട്ടിൽ വരണമെന്നുള്ള നിന്റെ ധാർഷ്ട്യമുണ്ടല്ലോ. വരമംഗലത്ത് ചന്ദ്രശേഖരൻ ജീവിച്ചിരിക്കുമ്പോ അത് നടക്കില്ല. ഇനി എന്റെ മുന്നിൽ നീയോ നിന്റെ വാലുകളോ വന്നാ അപ്പൊ നീ അറിയും ഞാൻ ആരാണെന്ന്. അതെ, അത് ആസന ഇനിയും കണ്ടോ? നിങ്ങളെ സുഭദ്ര തമ്പുരാട്ടി വിളിക്കണ്ടേ? എത്രയും പെട്ടെന്ന് തറവാട്ടിലേക്ക് വരിക. തമ്പുരാട്ടിയോ? ആ, ഞങ്ങൾ വന്നോളാം. ഇതിനപ്പോ തമ്പുരാട്ടി ചെല്ലാൻ പറയണ? ആ കാറോടെ സകല സ്വഭാവം ആ കൊച്ചമ്പാട്ടിക്കുണ്ട്. വാ പോയി നോക്കാം. തമ്പ്രാ, കൊച്ചമ്പ്രാട്ടി വിളിച്ചിരുന്നു എന്ന് കുമാരൻ പറഞ്ഞു. അങ്ങോട്ട് മാറി നിൽക്കുക. ഭദ്രേ, മതി മതി, ഇനി കഴിച്ചിട്ടാവാം. ആ വടക്കേപ്പുറത്തേക്ക് പോയിക്കോളൂ. തമ്പ്രാട്ടി അടിയങ്ങളോട് വരാൻ പറഞ്ഞിരുന്നു. 2 കാക്കിക്കുപ്പായക്കാര് കാലത്ത് വന്നിരുന്നു. പാർത്ഥനെ കരുതിക്കൂട്ടി ഇല്ലാണ്ടാക്കിയതാന്നാണ് അവറ്റകള് പറയണത്. നിങ്ങക്ക് വല്ലതും അറിയോടാ? അടിയങ്ങൾക്ക് അറിയില്ല തമ്പ്രാട്ടിയെ. നനക്കോടാ എണ്ണിയേ? ഇപ്പോഴും കുരുതിമലക്കാവിലെ കരിങ്കാളി തന്നെയല്ലേ നിങ്ങളുടെ ഉപാസനാമൂർത്തി? അതെ തമ്പ്രാട്ടി. എന്നിട്ട് എന്തിനാ ദാസ നീ ഈ പള്ളു പറയണത്? നിന്റെ മകളെ ഇല്ലാണ്ടാക്കിയ പാർത്ഥനെ ഇണ്ണി ഒടിച്ചിടണത് എന്റെ നാരായണേട്ടൻ കണ്ടതാ. ഞാൻ ഇപ്പൊ ഇത് കാക്കിക്കുപ്പായക്കാരോട് പറഞ്ഞ ചന്തപ്പുര കവലയില് 2 കഴുമര ഉയരും.
അല്ലാച്ചാ വല്യേട്ടനെ ദൈവമായിട്ട് കാണുന്ന ഇന്നാട്ടുകാര് നിങ്ങളെ രണ്ടെണ്ണത്തിനെയും വെച്ചേക്കില്ല. ഇനി പറയൂ ദാസ. അടിയന് ചെയ്യേണ്ടി വന്നു അമ്പ്രാട്ടി. പശ്ചാത്താപോ കുറ്റബോധമൊന്നുമില്ല. അവിടുന്ന് തരുന്ന എന്ത് ശിക്ഷ ഏറ്റുവാങ്ങാനും തയ്യാറാണ്. ശിക്ഷ ഒന്നുമില്ല എണ്ണിയെ, പകരം ഒരു സമ്മാന തരാനുള്ളത്. വരമംഗലത്തെ എന്റെ വല്യേട്ടൻ ചന്ദ്രശേഖരൻ കൂടി ഇല്ലാണ്ടേയ പിന്നെ ഈ ദേശം എന്റെ കാൽച്ചോട്ടിലാ. ഒരിക്കൽ കൂടി നീ ഒടിവേഷം സ്വീകരിക്കണം. ഇല്ല അമ്പ്രാട്ടി, തമ്പുരാനോട് ഈ ക്രൂരത കാണിക്കാൻ എനിക്കാവില്ല. ഇണ്ണിയെ നിനക്ക് പറ്റും. നിലവിളിക്കുന്നിൽ ഉറങ്ങുന്ന ചാത്തന്റെ മകനാണ് നീ. ഒരു കാരണമില്ലാണ്ട് എംബ്രാനെ കൊല്ലാൻ എന്തിനാ ഞാന്? കാരണമില്ലാന്ന് ആരാ പറഞ്ഞത്? നിലവിളിക്കുന്നിലെ പാലച്ചോട്ടിൽ നിന്റെ അച്ഛൻ ചാത്തനെ കുഴിച്ചു മൂടിയതൊക്കെ നീ മറന്നോടാ? മറന്നോ? ഞങ്ങള് ചെയ്യാൻ തമ്പ്രാട്ടിയെ. അങ്ങനെ വെറുതെ പറഞ്ഞാ പോരല്ലോ ദാസ. ഉത്രത്തിൽ കാവിൽ അമ്മയുടെ മേല് സത്യം ചെയ്യ. ചന്ദ്രശേഖരൻ പാർത്ഥനെ പോലെ സാധാരണക്കാരനല്ല. കളരി ചുവടുകളും ഉത്രത്തിൽ കാവിൽ അമ്മയുടെ അനുഗ്രഹം ഉണ്ട് അയാൾക്ക്. കുഴിച്ചു മൂടുന്നതിന്റെ തൊട്ട് മുമ്പ് എൻ്റെ അച്ഛൻ പറഞ്ഞത് ഓർമ്മയില്ലേ എനക്ക്? ഇല്ലാണ്ടാക്കണം, ആ കുലം നശിപ്പിക്കണം. രാമാ, തെക്കേപ്പുറത്ത് തെങ്ങിന് തടക്കണം നാളെ. പണിക്കാരൻ കുട്ടി അങ്ങോട്ട് പോകും. രാമ, വാഴത്തോട്ടത്തിൽ ആട് കയറിയല്ലോ. അവിടെ ഒന്നും ഇല്ലല്ലോ അമ്പ്ര. രണ്ടടാ നിനക്ക് കാണാല്ലേ? ഇല്ല അമ്പ്ര, അമ്പ്രാന് തോന്നണതാ. എന്ത് കാണാടാ ചേപ്പാ എന്റെ കണ്ണ്? ഇത് കാണാല്ലേ? ഇത് വേക്കോ, ഞാൻ നോക്കിക്കൊണ്ട്. ഓ അമ്പ്ര.
നീ ആരാണെന്ന് എനിക്കറിയാം. നിന്റെ ഒടിവിദ്യ എന്റെ അടുത്ത് വേണ്ട. മറ നീക്കി പുറത്തു വാ.
ഒന്നും വിചാരിക്കരുത് ഉണ്ണിയെ. ശത്രുവംശം മുഴുവൻ ഇല്ലാണ്ടായാലേ എനിക്കും ഭദ്രയ്ക്കും ഈ നാട് സ്വന്തമാക്കാൻ കഴിയും. എന്താ അണ്ണിയെ ഇങ്ങനെ നോക്കണേ? ഒരു കുടുംബം മുഴുവൻ എന്റെ കൈയോണ്ട് ഇല്ലാണ്ടാവാന്ന് വെച്ചാ എന്താ ചെയ്യ? വിധി അല്ലേ നാരായണേട്ടാ? നോക്കണ്ട അണ്ണിയെ, നിന്റെ അച്ഛൻ ചാത്തനെ ജീവനോടെ കുഴിച്ചു മൂടിയത് ഞാൻ പറഞ്ഞിട്ടാ. നിന്റെ പെങ്ങളുണ്ടല്ലോ ദാസന്റെ മകള്, അവളെ ഇല്ലാണ്ടാക്കിയതും ഞാനാ. ആ കുറ്റം പാവം പാർത്ഥന്റെ തലയിൽ വെച്ച് കെട്ടി. നിന്നെ കൊണ്ട് പ്രാർത്ഥനയെ കൊല്ലിച്ചതും ഈ ഉള്ളവള് തന്നെയാണ് ഇണ്ണിയെ. ഇനി എനിക്ക് ഒരാളെ കൂടെ ഇല്ലാതാക്കണം, എല്ലാറ്റിനും സാക്ഷി നിന്റെ ദാസനെ. ദൂരേക്ക് നോക്കി നിന്ന എണ്ണിയെ. സത്യം അറിഞ്ഞു പാടി നടക്കാൻ ഈ ഭൂമി ഇവൻ ഉണ്ടാവരുത്. തല്ലി കൊല്ലടാ അവനെ. ഇനി ഇവിടം ഞാൻ ഭരിക്കും. ഭദ്രയുടെ നേതിരി മകൻ. ഒരു മാറ്റം വേണ്ട, നിശ്ചയിച്ചുറപ്പിച്ച് എന്തി തന്നെ. ഈ നാരായണേട്ടൻ ഇതെവിടെയാ? ഒന്ന് പോയി നോക്കൂ കുമാരാ. അപ്പൊ ഒന്നും മറക്കണ്ട, ഏൽപ്പിച്ചെന്തി. തമ്പുരാനെ, തമ്പുരാനെ, തമ്പുരാട്ടി, ചോര. നാരായണേട്ടാ, നാരായണേട്ടാ. Yeah.
ശിവം ഇന്ന് നമ്മൾ സംസാരിച്ചത് ഒടിയനും ഒടിവിദ്യയും കുറിച്ചാണ്. സത്യമോ മിഥ്യയോ പരമ്പരയുടെ പുതിയൊരു അധ്യായവുമായി വീണ്ടും കണ്ടുമുട്ടാം. ശുഭരാത്രി. പെണ്ണും പെണ്ണും